എൻ്റെ താലി പാർട്ട് 10. കഥ അവതരണം തുമ്പി. എൻ്റെ ഈ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകാം. ഇവിടെ കഥ ഇങ്ങനെയൊക്കെയാണേലും ശ്രുതിക്ക് വലിയൊരു കള്ളത്തരമുണ്ടായിരുന്നു. അതായത് രേണുവിൻ്റെ അനിയത്തി രേഖയുടെ കാമുകനായിരുന്നു മുൻപ് ഈ ശ്രുതി. വിവാഹവേഷത്തിൽ അന്ന് സ്വഭാവ സൂക്ഷ്യത്തിൻ്റെ പേരിൽ വിവാഹം മുടങ്ങി നിന്നവളെ രേഖയുടെ നിർബന്ധപ്രകാരം ശ്രുതി വിവാഹം കഴിക്കുകയായിരുന്നു. ഇതും ഒരു ചതിയുടെ ബാക്കി പത്രമായിരുന്നു. അതായത് കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന തറവാട്ട് സ്വത്ത് അവളുടെ അനിയത്തിക്കും കാമുകനായ ശ്രുതിക്കും കൈക്കലാക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു ഈ വിവാഹം. എന്നാൽ അതിനിടയിൽ എപ്പോഴോ ശ്രുതി തൻ്റെ യഥാർത്ഥ സ്വഭാവം രേണുവിൽ കാണിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഞ്ഞും ജനിച്ചു. ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കുഞ്ഞിന് പനിയായിട്ട് രേണു കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച. വിവാഹത്തിന് ശേഷം രേണുവിന് കുടുംബവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും അവളുടെ അനിയത്തി ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. അതല്ലാതെ അവളുടെ അച്ഛനോ അമ്മയോ ഒന്നും തന്നെ അവളെ തിരക്കി പോകാറില്ലായിരുന്നു. ഈ സംഭവത്തിന് ശേഷം അവൾ മറ്റൊരുപാട് സത്യങ്ങൾ മനസ്സിലാക്കുകയാണ്. രേണുവിൻ്റെ അനിയത്തി രേഖയും ശ്രുതിയും നേരത്തെ തന്നെ പ്രണയത്തിലായിരുന്നുവെന്ന്. തൻ്റെ വിവാഹം മുടങ്ങിയതിനാൽ തറവാടിന് നാണക്കേടുണ്ടാവുമെന്ന് കരുതിയിട്ട് ശ്രുതിയെക്കൊണ്ട് താൽക്കാലികമായി രേണുവിനെ വിവാഹം കഴിപ്പിച്ചതാണെന്നുമൊക്കെ. കുഞ്ഞിൻ്റെ കാര്യം അയാളുടെ അല്ലെന്നാണിപ്പോൾ ശ്രുതി പറയുന്നത്. രേണു എത്ര തവണ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും വീട്ടുകാരും അവളെ വിശ്വസിച്ചതുമില്ല. ഇടയ്ക്കൊക്കെ രേഖയെ കാണാനായി ആ വീട്ടിൽ ശ്രുതി എത്താനും തുടങ്ങി. രണ്ടുപേരുടെയും കളിയും ചിരിയും എല്ലാം രേണുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ, ഒരു മറയുമില്ലാതെ. അവരുടെ മാതാപിതാക്കൾക്ക് പോലും രേഖയെ എതിർക്കാനായില്ല. കാരണം സ്വത്തൊക്കെ തന്ത്രപൂർവ്വം അവൾ കൈക്കലാക്കിയിരുന്നു. അവളെ എതിർത്താൽ ആ വീട്ടിൽ നിന്നും അവരെ ഇറക്കി വിടുമായിരുന്നു. രേഖയുടെയും ശ്രുതിയുടെയും കാമകേളി കണ്ടു നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ആ നശിച്ച രാത്രിക്ക് ശേഷം എന്നോടൊപ്പം സമയം ചിലവഴിക്കാത്ത ശ്രുതിയേട്ടൻ ഇപ്പോൾ എൻ്റെ അനിയത്തിയുമായി നന്നായി ഇടപഴകുന്നു. എൻ്റെ അനിയത്തിയുമായി അയാൾ കറങ്ങാൻ പോകുന്നു. പലതവണ ഇതിൻ്റെ പേരിൽ ഞാൻ വഴക്കുണ്ടാക്കി, എങ്കിലും ഫലമൊന്നും കണ്ടില്ല. അല്ലെങ്കിലും ആ വീട്ടിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ അധികപ്പറ്റാണല്ലോ. അയാൾ ആ വീട്ടിൽ സ്ഥിരതാമസം തുടങ്ങി. അവൾക്കും അതായിരുന്നു ഇഷ്ടം. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ സന്തോഷം എന്തെന്ന് അറിഞ്ഞതേയില്ല. ശരിക്കും ഞാനൊരു ഭ്രാന്തിയെ പോലെ ഇതെല്ലാം കണ്ട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി അവിടെ കഴിഞ്ഞു. അതിനിടയിൽ ഡിവോഴ്സ് പേപ്പറും കിട്ടി. ഇത്രയും മോശം ഒരാളെ ഭർത്താവായി വേണ്ടെന്ന് ഞാനും കരുതി ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് നൽകി. പിന്നീട് കുടുംബക്കാർക്കിടയിൽ നിന്നും മറ്റൊരു കാര്യം ഞാനും മനസ്സിലാക്കി. എൻ്റെ മുൻ കാമുകൻ ആദിയുടെ കൂടെ പോകാൻ വേണ്ടി ഭർത്താവിനോട് ഞാനായിട്ട് ഡിവോഴ്സ് വാങ്ങിയതാണെന്നൊക്കെ. രേഖ എല്ലാവരെയും അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്ക് വന്ന്. അതും കൂടി അറിഞ്ഞപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാനാണ് തോന്നിയത്. എന്നാൽ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ജീവിച്ച് കാണിക്കണമെന്ന ഒരേ ഒരു വാശിയായിരുന്നു എനിക്ക്. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു കേട്ടോ. എൻ്റെ അനിയത്തിയും മുൻ ഭർത്താവും കൂടിയുള്ള വിവാഹം ഉടനെ നടത്താൻ അവർ വാശി പിടിച്ചു. എന്നാൽ അതിനെതിരെ അച്ഛനും അമ്മയും സംസാരിക്കാൻ തുടങ്ങി. അവസാനം അവരുടെ ഭീഷണിക്ക് മുന്നിൽ അത് നടത്തിക്കൊടുക്കാമെന്നവർക്ക് സമ്മതിക്കേണ്ടി വന്നു. പിന്നീട് ഇനി മുന്നോട്ട് ജീവിക്കണമല്ലോ. കുഞ്ഞിനെയും കൊണ്ട് തൻ്റെ പഴയ ടെക്സ്റ്റൈൽ ജോലിയിലേക്ക് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രണയ നൊമ്പരങ്ങളുടെ കഥ എൻ്റെ താലി തുടർന്ന് കേൾക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.